ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം ജേണി മീഡിയ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്യുവർ വെജ് ബർഗറാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വെജ് മയണൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി, 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ നാരങ്ങാനീര്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വെജ് മയണൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതേ അളവിൽ തന്നെ പാല് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 വെളുത്തുള്ളി അല്ലി, പഞ്ചസാര, ഒരു 1/2 സ്പൂൺ ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഏകദേശം ഈ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മയോണൈസ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിക്കാം. തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബർഗറിന് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാം. ചൂടായ ചട്ടിയിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സവാള അരിഞ്ഞത്, അതിലേക്ക് ഒരു 3 പച്ചമുളക്. സവാള പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ബീൻസ്, 1 കപ്പ് വേവിച്ച ഗ്രീൻ പീസ്, ക്യാരറ്റ് 2 കപ്പ്. ഗ്രേറ്റ് ചെയ്താണ്ട് ക്യാരറ്റ് എടുത്തേക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് വേകും. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന 2 കപ്പ് പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കും. നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം പാകത്തിനുള്ള ഷേപ്പുകളിലാക്കി വറുത്തെടുക്കാം.
ഏകദേശം ഈ ഒരു അളവിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അടുത്ത ഫില്ലിങ് പൊരിക്കാനായിട്ട് നമ്മൾ 1 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഓരോ ഫില്ലിങ്ങും മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിടാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം ഈ ഒരു ഷേപ്പിൽ പരത്തി മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം. അടുത്തായിട്ട് നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. അതിനായി നമുക്ക് ആദ്യം ബണ്ണ് കട്ട് ചെയ്യാം. ചൂടായ ചട്ടിയിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബർഗർ സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ബണ്ണിൻ്റെ 2 ഭാഗത്തും നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾ മയണൈസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ലെച്ചൂസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫില്ലിങ് വയ്ക്കാം. അല്പം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഷീറ്റ് ചീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഫില്ല് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കം, ഒരു കഷ്ണം തക്കാളി, 2 സവാള, ഒരു കുക്കുംബർ. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സോസ് കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ മയോണൈസ് ആഡ് ചെയ്ത് വെച്ച മറ്റേ പകുതി ചേർത്ത് അടയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടൂത്ത് പിക്ക്
ചെറി വെച്ച് കുത്തി കൊടുക്കും. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ പ്യുവർ വെജ് ബർഗർ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡ്രീം ജേണി.